പഞ്ചാബിൽ ബി.ജെ.പിക്കും ശിരോമണി അകാലിദളിനും വീണ്ടും പണിയൊരുക്കുകയാണ്. അതായത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ശിരോമണി അകാലിദളിലുള്ളവർ ആം ആദ്മിയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച. കോൺഗ്രസിലേക്ക് കുറച്ചുപേരും കുറച്ചുപേർ ശിരോമണി അകാലിദളിൽ നിന്നും ആം ആദ്മിയിലേക്കും ഒക്കെ പോകുമ്പോൾ ഇനി അങ്ങോട്ട് ബാദൽ കുടുംബത്തിന് ഒന്നും തന്നെ പറയാൻ ബാക്കിയില്ലാത്ത അവസ്ഥ, പരിപൂർണമായി നശിച്ചിരിക്കുന്ന അവസ്ഥ. ഇത് കാലത്തിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ആം ആദ്മി ഉരുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പഞ്ചാബ് അടക്കി വാണിരുന്ന ബാദൽ പരിവാറിനെ പറ്റി. ആ ബാദൽ കുടുംബത്തിലെ അംഗമാണ് ബത്തിന്ദയിൽ നിന്നും നിരവധി തവണ ജയിച്ച ഹർസിമ്രത് കൗർ ബാദൽ. ഇപ്പോൾ അവർക്കൊന്നും ഒരു വിജയപ്രതീക്ഷ പോയിട്ട് മത്സരത്തിൻ്റെ പ്രതീതി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പഞ്ചാബ് പരിണമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ കെജ്രിവാൾ മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വം കൂടി തന്നെയാണ്. നമുക്കറിയാം 2017 ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസിൻ്റെ അമരക്കാരനായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. അമരീന്ദർ സിംഗിന് ശക്തമായ പിന്തുണയുമായി കോൺഗ്രസിൽ പലരും അന്ന് ഇല്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഒരുപക്ഷെ അമരീന്ദർ സിംഗ് പാർട്ടി വിടാനുള്ള കാരണവും അതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് അടിമുടി ആം ആദ്മി പാർട്ടിക്ക് കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് കൃത്യമായ മറുപടി കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ഈ രാജ്യം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടം, അതിൽ ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ മുഖം മാത്രം നോക്കിയാൽ പോരാ. ഈ രാജ്യത്തിൻ്റെ അവസ്ഥ അത് എത്രത്തോളം കൃത്യമായി നിർവചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ പൊതുവേദികളിൽ പറയുന്നതാണ്. നിലവിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ നിയമസഭയിലെ സാന്നിധ്യം എന്ന് പറയുന്നത് മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ്. 117-ൽ 92 സീറ്റുകളുണ്ട്. എന്നാൽ നിയമസഭയുടെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നമ്മൾ മുന്നിൽ കാണേണ്ടത് എന്ന് കൃത്യമായി അരവിന്ദ് കെജ്രിവാൾ അണികളോട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഭഗവന്ത് സിംഗ് മന്നാണ് നിലവിൽ മുഖ്യമന്ത്രി എങ്കിൽ പോലും അദ്ദേഹം പോലും കോൺഗ്രസിനെതിരെയല്ല പടവെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബി.ജെ.പിയോ ശിരോമണി അകാലിദളോ കാലുകുത്താത്ത രീതിയിലുള്ള ശക്തമായ തീവ്രമായ പ്രചരണമാണ് അവർ നടത്തുന്നത്. അങ്ങോളം ഇങ്ങോളം എല്ലാ മേഖലകളിലും പഞ്ചാബിൻ്റെ സമസ്ത മേഖലയിലും ആധിപത്യം ആം ആദ്മിക്കും ബാക്കിയുള്ളിടത്ത് കോൺഗ്രസിനും എന്ന രീതിയിലേക്ക് തന്നെയാണ് അവർ നടത്തി വരുന്നത്. ഒരുപക്ഷെ ഈ പരസ്പര ധാരണ സീറ്റ് ഷെയറിങ്ങിൽ കണ്ടില്ലെങ്കിൽ പോലും ലോക്സഭയുടെ അവസാന ഘട്ടത്തേക്ക് നടക്കുമ്പോൾ, അതായത് 7ാം ഘട്ടത്തിൽ മുഴുവൻ സീറ്റിലേക്കുമുള്ള പോളിംഗ് നടക്കുമ്പോൾ രാഷ്ട്രീയപരമായി ചില ധാരണകളിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്.